ഫസൽ വധക്കേസിലെ പ്രതിയായ കാരായി ചന്ദ്രശേഖരനെ ധീരസഖാക്കൾ മുനിസിപ്പൽ ചെയർമാനെ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. മണ്ടയ്ക്ക് ഒരു അടി കിട്ടിയിട്ടും ഹിന്ദു മുസ്ലിം കലാപമുണ്ടാക്കാൻ പ്ലാൻ ചെയ്ത കൊലപാതക കേസിൽ ആ പ്രതിയെ തന്നെ തലശ്ശേരിക്കാട് തലയിൽ അടിച്ചേൽപ്പിക്കാനുള്ള CPM-ന്റെ ധാർഷ്ട്യത്തിനുള്ള മറുപടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ ജനം നൽകുമെന്ന് ഉറപ്പായി. ഇതേപോലൊരു തീവ്രവാദി ക്രിമിനലിനെ തലശ്ശേരി ഭരണം ഏൽപ്പിച്ച CPM-നെ വിമർശിച്ച് നന്നാക്കുമെന്ന് ആരും വാശി പിടിക്കേണ്ട. CPM-ന് ഇതൊന്നും പുത്തരിയെല്ലാം ചുരുക്കം. CPM ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ മാത്രമേ പോകാവൂ. എന്നാൽ മാത്രമേ തുടർഭരണം തലയിലൊഴിഞ്ഞ് കളയാൻ സാധിക്കുകയുള്ളൂ. ഫസൽ വധത്തിന് ഒരു പ്രത്യേകതയുണ്ട്. CPM വിട്ട ഫസൽ പിന്നീട് NDF ആയി. 2006 ഒക്ടോബർ 6-നാണ് പുലർച്ചെ തലശ്ശേരിയിൽ വെച്ച് ഫസലിനെ CPM പ്രതികൾ മൃഗീയമായി കൊല്ലുന്നത്. കൊന്ന ശേഷം കൊലയുടെ ഉത്തരവാദിത്തം RSSന്റെ തലയ്ക്ക് വയ്ക്കാൻ വേണ്ടി CPM നാണംകെട്ട കളികൾ പലതും കളിച്ചു. അതുവഴി NDF-ഉം RSS-ഉം തമ്മിൽ വെട്ടും കുത്തും നടന്നല്ലത് ഹിന്ദു മുസ്ലിം കലാപമായി തലശ്ശേരിയിൽ വളർത്താമെന്നും അതുവഴി പള്ളി പൊളിക്കാൻ വരുന്നവർ നേടുന്ന തട്ടിപ്പിന്റെ 2ാം വെർഷൻ ഇറക്കാമെന്നുമാണ് CPM മനസ്സിൽ കണ്ടത്. പക്ഷേ കണ്ണൂരിലെ CPM തീവ്രവാദികൾ പദ്ധതിയിട്ട നീക്കം NDF-ഉം RSS-ഉം തമ്മിൽ സംസാരിച്ച് തീർത്തതോടെ പൊളിഞ്ഞു. UDF നേതൃത്വവും പ്രവർത്തകരും അവസരത്തിനൊത്തുയർന്നു. ഈ വിഷയത്തെ അവർ അഡ്രസ് ചെയ്ത് പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്തു. മാധ്യമങ്ങൾ CPM-ന്റെ ഈ ഇരട്ട മുഖത്തെ വലിച്ചു കീറി. ഹിന്ദു മുസ്ലിം കലാപമുണ്ടാക്കി ചോരതക്കി കുടിക്കാൻ കാത്തിരുന്ന അങ്ങനെ ചെങ്കുറുക്കന്മാർ വിഷമത്തോടെ മടയിൽ കയറി ഒളിച്ചു. ഇതുപോലൊരു തീവ്രവാദി ക്രിമിനലിനെ തലശ്ശേരി ഭരണം ഏൽപ്പിച്ച CPM-നെ വിമർശിച്ച് നന്നാക്കണമെന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആരും വാശി പിടിക്കണ്ട. കാരണം ഇതൊക്കെ അവർക്ക് സ്ഥിരമാണ്, പുത്തരിയല്ല. CPM ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും.